പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ഏകാഗ്രമാക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ വചന പഠനം തുടരാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ 21 മുതലുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയാ. മർക്കോസ് 5:21 മുതൽ. യേശു വീണ്ടും വഞ്ചിയിൽ മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഈശോ ദെക്കോപോളിസ്, ഗരസേനരുടെ നാട്ടിൽ 10 പട്ടണങ്ങൾ ചേർന്ന പട്ടണ സമൂഹത്തെ, പട്ടണ സമുച്ചയത്തെ, പട്ടണങ്ങളുടെ കൂട്ടത്തെ വിളിച്ചിരുന്ന പേരാണ് ദെക്കാപോളിസ്. ആ ദെക്കാപോളിസിൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയതിന് ശേഷം പിശാച് ബാധിതൻ അവിടുത്തെ മിഷണറി ആയിട്ട് മാറി. അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്തെ മിഷണറിയായി മാറി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോയപ്പോൾ കർത്താവ് മറുകരയ്ക്ക് അതേ വഞ്ചിയിൽ, അവൻ പോയ അതേ വഞ്ചിയിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ട് പോയപ്പോൾ, ഈ വഞ്ചി അങ്ങോട്ട് പോയ സമയത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണ്? പിശാച് ഈ കടലിളക്കി. എന്നാൽ പിശാച് ബാധിതനെ പുറത്താക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ അതേ കടലിലൂടെ ശാന്തമായി അവർ തിരിച്ചു വരികയാണ്. അതാണ് എല്ലാ ദൈവരാജ്യ ശുശ്രൂഷയുടെയും ആരംഭഘട്ടങ്ങളിൽ. ഓരോ ശുശ്രൂഷയും ആരംഭിക്കുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പിശാച് പ്രകടിപ്പിക്കും. എന്നാൽ നമ്മൾ ദൈവശക്തിയാൽ, ശക്തനായവൻ്റെ ശക്തി കൊണ്ട് നമ്മൾ പിശാചിനെ കീഴടക്കിയതിന് ശേഷം കർത്താവ് നമുക്ക് സമാധാനം തരും. അപ്പോൾ അതേ കടലിൽ കൂടി ഇങ്ങോട്ട് പോയപ്പോൾ പ്രക്ഷുബ്ധമായിരുന്ന കടലാണ്, ഇളകി മറിഞ്ഞ കടലാണ്. ഇവരെ അപ്പാടെ മുക്കി കൊല്ലുമെന്ന് ശിഷ്യന്മാർ ഭയപ്പെട്ട കടലാണ്. അതേ കടലിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഈ കുടുംബം ഇങ്ങനൊരു കടലാണ്. നമ്മുടെ ശുശ്രൂഷാ ജീവിതം ഇങ്ങനൊരു കടലാണ്. എന്നും ഈ കടലിൽ കൊടുങ്കാറ്റ് ഉണ്ടാവില്ല. കൊടുങ്കാറ്റുണ്ടാവും. അത് കഴിഞ്ഞ് ആ കൊടുങ്കാറ്റിൻ്റെ മേലും ആ പ്രക്ഷുബ്ധ സാഗരത്തിൻ്റെ മേലും വിജയം നേടുന്ന കർത്താവ് നമ്മളെ അതേ അന്തരീക്ഷത്തിലൂടെ സമാധാനത്തിൽ കൊണ്ടുപോകും. കുടുംബം അങ്ങനൊരു കടലാണ്. അപ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നും ഇങ്ങനെ ആവുമെന്ന്. ഇതിൻ്റെ മേൽ ഒരു വിജയമുണ്ട്. ഇതേ കടലിലൂടെ സമാധാനത്തോടെ മടങ്ങി വരുന്നൊരു യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ കടലിലൂടെ കർത്താവിൻ്റെ മടക്കയാത്ര ശാന്തമായ യാത്രയാണ്. അപ്പോൾ ഈശോ വീണ്ടും വഞ്ചിയിൽ മറുകര എത്തി. ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അപ്പോൾ ഈ ജനക്കൂട്ടത്തെയാണ് അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്നാണ് അവൻ മറുകരയ്ക്ക് പോയത്. തിരിച്ചെത്തുമ്പോഴും ആ ജനക്കൂട്ടം അവനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ 2 സംഭവങ്ങൾ കാണാൻ പോവുകയാണ്. ഒന്ന്, ജായിറോസ് എന്ന് പറയുന്ന സെനഗോഗ് അധികാരിയുടെ മകളെ കർത്താവ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നതും. ഈ 2 സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഈശോ ജനത്തിന് ആ കടൽ തീരത്ത് ജനക്കൂട്ടത്തോട് ചേർന്ന് കർത്താവ് നിൽക്കുന്ന സമയത്ത് വാക്യം 22, അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. വായിക്കുമ്പോൾ 2-3 വാക്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ വായിക്കാൻ പോകുന്ന 2 സംഭവങ്ങൾ, ജായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവവും അതുപോലെ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന സംഭവവും തമ്മിൽ ഒത്തിരി സമാനതകളുണ്ട്. ഈ 2 സംഭവങ്ങൾ ചേർത്ത് വെച്ചതിൻ്റെ പിന്നിൽ സിമിലാരിറ്റികളുണ്ട്, സമാനതകളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഈ ചില വിശദാംശങ്ങൾ ശ്രദ്ധിച്ചാൽ, ജായിറോസ് യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണു.
രക്തസ്രാവക്കാരി സ്ത്രീ അവൻ്റെ കാലിൽ തൊട്ടു. കാലിലാണ് തൊട്ടത്, അങ്ങനെ ഞാൻ പറയാം. ശരിക്കും കാലിലാണ് തൊടുന്നത്. പിന്നെ ഈ രണ്ട് സംഭവങ്ങളിലും രക്തസ്രാവക്കാരിയുടെ രോഗം 12 വർഷം പഴക്കമുള്ളതായിരുന്നു. ബാലികയ്ക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അതാണ് മറ്റൊരു സമാനത. മൂന്നാമത്തേത്, ഇവർ രണ്ടുപേരും ഈശോയെ കൈകൊണ്ട് രണ്ടുപേരും തൊട്ടു. അപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ ഇവരെ എഴുന്നേൽപ്പിച്ചു, അല്ലെങ്കിൽ ശക്തി കൊടുത്തു. അപ്പം ഇങ്ങനെ മനസ്സിലാക്കുക, അതായത് ഈശോയുടെ കാലിൽ ഇവർ തൊട്ടു. കാലിൽ അവർ തൊട്ടു. അവർ തൊട്ടത് അവരുടെ കൈ കൊണ്ടാണ്. അവർ കൈ കൊണ്ട് തൊട്ടു. ഈശോ എന്ത് ചെയ്തു? രക്തസ്രാവക്കാരി തൊട്ടപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് ശക്തി ഒഴുക്കി കൊടുത്തു തൊട്ടപ്പോൾ. ഇനി ജായിറോസ് അവൻ്റെ കാൽക്കൽ വീണ് അവൻ്റെ കാലിൽ തൊട്ടപ്പോൾ അവൻ്റെ മകളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാലിൽ തൊട്ടാൽ കൈക്ക് പിടിക്കും. കാലിൽ തൊട്ടാൽ കൈക്ക് പിടിക്കും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളവൻ്റെ പാദത്തിൽ തൊട്ടാൽ, പാദത്തിൽ തൊടുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അടിയറ വെക്കുക എന്നാണ്. ഒരു ഭാഗികമായ സമർപ്പണത്തെ സൂചിപ്പിക്കാൻ ആ വാക്ക് ഉപയോഗിക്കില്ല. കാലിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടറാണ്. അങ്ങനെ പൂർണ്ണമായി ഒരു വ്യക്തി അവൻ അടിയറവ് വച്ചാൽ അവൻ ആ വ്യക്തിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും, ആ വ്യക്തിക്ക് ശക്തി കൊടുക്കും. ഇതാണ് നമ്മൾ ഈശോയുടെ കാലിൽ തൊട്ടാൽ സംഭവിക്കുന്നത്. ഇന്ന് നമുക്ക് കാലിൽ തൊടാൻ പറ്റുമോ? ഇന്ന് നമ്മൾ കാലിൽ തൊടുന്നത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്. കാലിൽ തൊടലാണ്, പാദത്തിങ്കലിരിക്കുകയാണത്. ആര് കർത്താവിൻ്റെ പാദത്തിലിരുന്നാലും ഉറപ്പിച്ചോ, അവൻ അയാളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അച്ചട്ടാണ്, ഇതിനകത്തൊരു സംശയമില്ല. പാദത്തിലിരുന്നവരെ കൈക്ക് പിടിച്ച് പൊക്കും, അത് ഉറപ്പാണ്. പാദത്തിൽ നമ്മൾ ഇരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ പരിശ്രമവും പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ തയ്യാറാവില്ല. യെശയ്യായിൽ ഇങ്ങനെ വചനമുണ്ട്. ഞാൻ ഒത്തിരി സമയം പോകുന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. വചനം ഇതാണ്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കുതിരയെപ്പോലെ കുതിരപ്പുറത്ത് കയറി പായുകയാണ്, നിങ്ങൾ അതിശീഘ്രം ഓടുകയാണ്. നിങ്ങൾ കുതിരയുടെ പുറത്ത് കയറി അതിവേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. എന്നിട്ട് കർത്താവ് പറയും, എന്ത് സംഭവിച്ചു? നിങ്ങളെ പിന്തുടരുന്നവർ നിങ്ങളെക്കാൾ വേഗതയുള്ളവരാണ്, അവർ നിങ്ങളെ പിന്നാലെ വന്ന് കീഴ്പ്പെടുത്തും. എന്നിട്ട് അടുത്ത വാക്യം എന്തെന്നറിയാമോ? അതുകൊണ്ട് മടങ്ങി വാ, സ്വസ്ഥമായി എൻ്റെ സന്നിധിയിൽ ഇരിക്കുക. അങ്ങനെ വചനമുണ്ട്. അതായത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഓടുമ്പോൾ, പരക്കം പായുമ്പോൾ, ധൃതി പിടിക്കുമ്പോൾ, വെപ്രാളപ്പെട്ട് പണിയെടുക്കുമ്പോൾ കർത്താവ് പറയാണ്, നമ്മളെ വേട്ടയാടുന്നവർ നമ്മുടെ പിന്നാലെയുണ്ട്, അവർ നമ്മളെ കീഴടക്കും. തിരക്ക് വലിയൊരു ഡേഞ്ചറാന്ന് ഓർത്തോണം. തിരക്കൊരു അപകടമാണ്. ആത്മീയ മനുഷ്യർക്ക് അവധാനത ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, ഇരിക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം. പാദത്തിൽ തൊട്ടാൽ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി വിശദാംശങ്ങൾ ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ് പറയാത്തത്. അതായത് ഒരാൾ എല്ലാ അവലംബവും, ഇപ്പോൾ ഞാൻ ജൈറോസിനെ കുറിച്ച് പറയാം. ഇയാൾ ശരിക്കും കൈവിട്ട് നിൽക്കുകയാണ്. ഈ സിനഗോഗ് അധികാരി അവൻ്റെ മുമ്പിൽ വന്ന് അവൻ്റെ കാലിൽ വീഴുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ ഇയാൾ ഈ കാലിൽ വീണത്? ഇതിന് തൊട്ടു മുമ്പ് ഈശോ സിനഗോഗിൽ പ്രവേശിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ഈശോ സിനഗോഗിൽ തൊട്ട് മുമ്പ് പ്രവേശിച്ചപ്പോൾ എന്താ നടന്നേ? നമ്മൾ തൊട്ട് 3-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. കൈ ശോഷിച്ച ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തി. ആ എപ്പിസോഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ നടന്നതെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാർ
അവിടെ ഉണ്ടായിരുന്ന സെനഗോഗ് അധികാരികൾ, അവിടെ ഉണ്ടായിരുന്ന ഫരിസേയർ, നിയമജ്ഞർ ഹെറോദേസ് പക്ഷക്കാരുമായി കൂടിയാലോചന നടത്തി യേശുവിനെ കൊല്ലാൻ ആലോചിച്ചു. അപ്പോൾ യേശുവിന് മരണ വാറണ്ട് പുറപ്പെടുവിച്ച സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ജായിറോസ്. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ കൊലവിളി നടത്തിയ ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ജായിറോസ്. ഇപ്പം അവന് യേശുവിൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ രക്ഷ കിട്ടൂ എന്നൊരവസ്ഥ എത്തി. ഇങ്ങനെയാണ് പാദത്തിൽ അവൻ എത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എത്തിക്കുന്ന പാദത്തിൽ. അതായത് നമുക്ക് നല്ല ആരോഗ്യം, ബലം, ശക്തി, നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കുന്നൊരവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പാദത്തിൽ വരില്ല. പാദത്തിൽ വരാൻ ഇതുപോലെ ചിലർ രോഗികളാവണം, അല്ലെങ്കിൽ ഇതുപോലെ ചില കഷ്ടത വരണം. അപ്പോൾ അതുകൊണ്ട് ഈ കർത്താവ് ഇതിലൂടെ എല്ലാം എന്താണ്, ഈ ജായിറോസ് ഇപ്പം ഈ എന്തിനാണ് സാപത്തിൽ സുഖപ്പെടുത്തിയത്, കൈ ശോഷിച്ച മനുഷ്യനെ എന്തിനാണ് സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ഹെറോദേസ് പക്ഷക്കാരുമായി കൂടിയാലോചന നടത്തി യേശുവിനെ കൊല്ലാൻ ആലോചിച്ച കൂട്ടത്തിൽ നിശ്ചയമായി സൈലൻ്റായിട്ടെങ്കിലും ഇയാളുണ്ടായിരുന്നു. സെനഗോഗ് അധികാരിയാണ്. ഇപ്പം അതാ കൊച്ചിന് അസുഖം വന്നിരിക്കുകയാണ്. ഇപ്പം അവൻ ഈ യേശുവിൻ്റെ കാലിൽ വീണല്ലാതെ ഇനി മകള് രക്ഷപ്പെടില്ല എന്നൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. തള്ളിക്കളഞ്ഞവരെ കാൽ ചുവട്ടിലെത്തിക്കുന്ന സ്വാധീനത്തിൻ്റെ പേരാണ് യേശു. തള്ളിക്കളഞ്ഞവരെ, വേണ്ടാന്ന് വെച്ചവരെ, ഒരിക്കൽ നിഷേധിച്ചവരെ, ഒരിക്കൽ എനിക്ക് യേശുവിനെ ആവശ്യമില്ല, ധ്യാനമൊക്കെ കൂടാൻ പോകുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞങ്ങളെന്തിനാണ് ധ്യാനം കൂടുന്നത്, നിങ്ങളെപ്പോലുള്ള കുടിയന്മാരും സ്വഭാവ ദൂഷ്യമുള്ളവരൊക്കെ പോയി ധ്യാനം കൂടി, ഞങ്ങൾക്കതിൻ്റെ കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഈ ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് ഒരു ദേവാലയത്തിൽ കുറേ കൗൺസിലിങ്ങിന് കുറേ ആളുകളെ ഈ വിളിച്ച് വരുത്തി. അങ്ങനെ കൗൺസിലിങ് കൊടുക്കുകയാണ്. അപ്പോൾ ആളുകളെ പറഞ്ഞു, നിങ്ങൾ കൗൺസിലിങ്ങിന് ഞങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കൗൺസിലിങ്ങൊക്കെ വല്ല കുടിയന്മാരും അങ്ങനെ പാപികളും, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമില്ല. പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമില്ല എന്ന് പറയുന്ന സകലരും. പൗലോസ് പറയുകയാണ്, എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങും. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് മടക്കിയില്ലെങ്കിൽ നാളെ മരണത്തിന് ശേഷം മടക്കും. മനസ്സിലായില്ലേ? ഇന്ന് മടക്കിയാൽ രക്ഷയുണ്ട്, നാളെ ഇച്ഛാഭംഗത്തോടെയാണ് മടക്കേണ്ടി വരുന്നത്. കാരണം എന്താണ്? സകല മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങുകയും സകല നാവുകളും അവനെ ഏറ്റുപറയുകയും ചെയ്യുന്നത് കാണുമ്പോൾ ലജ്ജയോടെ ചിലർ മുട്ടുമടക്കും. ഇവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഇച്ഛാഭംഗത്തോടെ മുട്ടുകൾ മടക്കും. അത് സകലതും യേശുവിന് അധീനമാവും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതാണ് ജായിറോസ് ശരിക്കും പറഞ്ഞാൽ യേശുവിനെ വേണ്ടാന്ന് വെച്ചിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്താ, സിനഗോഗിൽ അവൻ്റെ പൂമുഖത്ത്, അവന് സർവ്വസ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്ത് കർത്താവ് വന്ന് നിന്നാണ്. അന്നേരം വേണ്ട, അന്നേരം ആവശ്യമില്ല. മനസ്സിലായില്ലേ? തൊട്ടടുത്ത് പരിശുദ്ധ കുർബാനയുള്ളപ്പോൾ, തൊട്ടടുത്ത് കുർബാന സ്വീകരിക്കാൻ സൗകര്യമുള്ളപ്പോൾ, തൊട്ടടുത്ത് ആരാധിക്കാൻ സൗകര്യമുള്ളപ്പോൾ, തൊട്ടടുത്ത് വചനം കേൾക്കാൻ സൗകര്യമുള്ളപ്പോൾ, വിരൽത്തുമ്പിൽ കർത്താവിൻ്റെ സ്വരം കാത്തു നിൽക്കുമ്പോൾ ഒക്കെ വേണ്ടാന്ന് വിചാരിക്കുന്ന ആളുകൾ മുട്ടുകുത്തും. അത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം എല്ലാവരും അവൻ്റെ മുമ്പിൽ വരേണ്ട ഒരു ദിവസമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ യേശു വീണ്ടും വഞ്ചിയിൽ മറുകര എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സെനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാളൊരു അധികാരിയാണ്, ഒരു ഒഫീഷ്യലാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സമൂഹത്തിൽ ഒരു പദവിയുള്ള ആളാണ്. ആ മനുഷ്യൻ കടൽ തീരം എന്ന് പറഞ്ഞാൽ അത് വിളുമ്പാണ്, ഫ്രിഞ്ചാണ്, പാർശ്വമാണ്. ഒരു മുഖ്യധാരയിൽ നിന്ന് അതിൻ്റെ വിളുമ്പിലേക്ക്, അതിൻ്റെ ഫ്രിഞ്ചിലേക്ക്, അങ്ങേ അറ്റത്തേക്ക്, ആ സ്ഥലമാണ് കടൽ തീരം. അത് പെരിഫറിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും നിസാരരായ മനുഷ്യരുടെ സ്ഥലമാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികൾ, കച്ചവടക്കാർ, സ്വാധീനമില്ലാത്തവരാണ്. അപ്പം അങ്ങനെയുള്ളവരെ നിൽക്കുന്നത്.
കടയിൽ വന്നവർ, സാധനം വാങ്ങിക്കാൻ വന്നവർ, മീൻ വാങ്ങിക്കാൻ വന്നവർ, പബ്ലിക്. അന്നേരമാണ് നിലയും വിലയുള്ള ഒരുത്തൻ. നിങ്ങളൊന്നാലോചിച്ച് നോക്ക്, സെനഗോഗിൽ വെച്ച് ഒന്ന് മുട്ടുമടക്കിയിരുന്നെങ്കിൽ ഈ കടൽ തീരത്ത് വെച്ച് ഈ മുട്ടുമടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു നന്മ എന്താണെന്നറിയാം? അയാൾ അപ്പോൾ ചുറ്റും നിന്നവരെ നോക്കിയില്ല. അയാൾക്ക് അപ്പോൾ യേശുവിൽ വിശ്വാസം ഉണ്ടായി. വിശ്വാസം ഉണ്ടാവാൻ കാരണം എന്താണ്? കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നത് ഇവൻ കണ്ടതാണ്. ഇവൻ്റെ മുമ്പിൽ വെച്ചാണ് ദ മാൻ വിത്ത് എ വിതേർഡ് ഹാൻഡ്, കൈ ശോഷിച്ച മനുഷ്യൻ സൗഖ്യപ്പെട്ടത്. അപ്പം കണ്ടതാണ്. അതുകൊണ്ട് അവനറിയാം, യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടും. അപ്പോൾ ആ ബോധ്യം, തലേന്ന് കണ്ട അത്ഭുതത്തിൻ്റെ വിശ്വാസം അയാളുടെ ഉള്ളിൽ വന്നപ്പോൾ അയാൾ പിന്നെ ആരെ നോക്കുന്നില്ല. അതാണ് ആ മനുഷ്യൻ്റെ നന്മ, ധൈര്യം. പിന്നെ അയാൾ താൻ ഒരു ഉദ്യോഗസ്ഥനാണെന്നോ സമൂഹത്തിൽ പദവിയുള്ള ആളാണെന്നോ സ്ഥാനമുള്ള ആളാണെന്നോ ഒന്നും നോക്കാതെ കർത്താവിൻ്റെ പാദത്തിൽ വീണു. ഇത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു മനോഭാവം ഇതാണ്. അതായത് നമ്മൾ ആര് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പരിസരം നോക്കേണ്ട ആവശ്യമില്ല, ആരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ മുമ്പിലാണ്. അവൻ്റെ പാദത്തിൽ വീഴാം, അവനോട് ഹൃദയം തുറന്ന് കരയാം, അവനോട് വിളിച്ചപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം, സങ്കടം പറയാം, സ്തുതിക്കാം. അപ്പോൾ ഒരു ദുരഭിമാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഇപ്പോൾ കർത്താവ് നമ്മൾ കാണുന്നത് എന്തെന്നറിയോ? ഇയാൾ പറയാണ്, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവച്ച് രോഗം മാറ്റി ജീവിപ്പിക്കണേ. യേശു അവൻ്റെ കൂടെ പോയി. ഒരൊറ്റ വാക്ക് പറഞ്ഞില്ല, എടാ മെനഞ്ഞാന്ന് അവിടെ വന്നല്ലേടാ എന്ന് പറഞ്ഞില്ല. നിന്നോട് ഞാൻ നിൻ്റെ അടുത്ത് നീ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നെ എന്ന് പറഞ്ഞില്ല. അപ്പം തന്നെ പോയി. എന്താ പോയെന്നറിയാം? ആ ക്വിക്ക് റെസ്പോൺസ് വരാനുള്ള കാര്യം എന്തെന്നറിയാം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ കാലേ വീണതാണ്. കർത്താവിനറിയാം ഇനി അവനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അവൻ തോറ്റു, അവൻ അടിയറവ് വെച്ചു. അവനിനി കർത്താവിൽ 100% ഫെയ്ത്തായി, ട്രസ്റ്റായി. പിന്നെ ഒരു ചോദ്യമില്ല. അപ്പം തന്നെ കർത്താവ് അവൻ്റെ പിന്നാലെ പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്, ഈ രണ്ട് സംഭവങ്ങളും, രക്തസ്രാവക്കാരിയും ജൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവവും രണ്ടും യേശുവിനെ തൊടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യേശുവിൻ്റെ സ്പർശനമുണ്ട് അവിടെ. രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ടു, ജൈറോസിൻ്റെ മകളെ യേശു തൊട്ടു. അപ്പോൾ ഈ രണ്ട് ഇൻസിഡൻറ്റിലും കർത്താവിൻ്റെ ടച്ചുണ്ട്, കർത്താവ് തൊടുന്നുണ്ട്, ഈ തൊടലുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇന്ന് നമുക്കിങ്ങനെ യേശുവിനെ തൊടാൻ പറ്റുമോ? ഇന്നിങ്ങനെ യേശുവിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സ്പർശിക്കാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയാണ്? കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിന് 4 ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 4 ഭാഗമുണ്ട്. അതിൻ്റെ ഓരോ ഭാഗത്തിനും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓരോ ഭാഗത്തിൻ്റെയും ആമുഖമായി ഓരോ ചിത്രങ്ങൾ നൽകിയിരുന്നു. അതായത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ ഓരോ 4 പാർട്ടാണ്. ഓരോ പാർട്ടിൻ്റെയും ഇൻട്രഡക്ഷനായിട്ട് ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂദാശകൾ, ആരാധനാ ജീവിതം എന്ന ഭാഗം വിവരിക്കുന്നതിന് ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്ന പടം ഏതാണെന്നറിയാം? അതുകൊണ്ട് ഈ പടമാണ്. രക്തസ്രാവക്കാരി യേശുവിൻ്റെ പാദാന്തികത്തിൽ തൊടുന്ന ചിത്രമാണ്. അപ്പോൾ എന്താണ് മാർപ്പാപ്പ ഈ പടം കൊടുത്തത്? ഈ ചിത്രം കൊടുത്ത് എന്തിനാണ്? ലിറ്റർജിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, കൂദാശകളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രതിപാദിച്ച സ്ഥലത്ത് എന്തിനാണ് ഈ പടം കൊടുത്തത്? മാർപ്പാപ്പ പറയുകയാണ്, 2021 അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞ 2021 ജൂലൈയിൽ നമ്മൾ എങ്ങനെയാണ് യേശുവിനെ തൊടുന്നത്? അത് ആരാധനാ ജീവിതത്തിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിലൂടെയാണ്. രക്തസ്രാവക്കാരി തൊട്ടതുപോലെ യേശുവിനെ തൊടാൻ പറ്റുന്ന, കോൺക്രീറ്റായി കർത്താവിനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന അനുഭവമാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ കൂദാശകളിൽ കിട്ടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഒത്തിരി പേര് യേശുവിനെ തൊട്ടെങ്കിലും ഒരാൾ തൊട്ടപ്പോഴാണ് ഈശോ ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടത്? അത് കുർബാനയ്ക്ക് പോകുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി പേര് പള്ളിക്കകത്ത് നിൽക്കുന്നുണ്ട്, അപൂർവം ചിലർ മാത്രമേ
അവനെ തൊടുന്നുള്ളൂ. ഒരുപാട് പേര് പള്ളിയിൽ നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് ബലിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് ചിലരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എന്നെ തൊട്ടല്ലേ എന്ന് പറയുന്നുള്ളൂ. അപ്പം നമുക്കൊരു ചിന്തയ്ക്കും ആത്മശോധനയ്ക്കും ആ ഭാഗം നമ്മളെ സഹായിക്കും. നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിലാണ് യേശുവിനെ തൊടുന്നതെങ്കിൽ, ആർ വി റിയലി ടച്ചിങ് ഹിം? ഡു വി റിയലി ടച്ച് ഹിം? ഞാൻ ശരിക്കും തൊട്ടോ? തൊട്ടെങ്കിൽ എന്തെന്നറിയാമോ? അവൻ തിരിയും. ആര് തൊട്ടാലും അവൻ തിരിയും. നമുക്ക് ഈ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നെങ്കിൽ നമ്മളവനെ തൊട്ടു, അവൻ തിരിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മൾ അവനെ തൊട്ടിട്ടുമില്ല, അവൻ തിരിഞ്ഞിട്ടുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് സാക്രമെൻ്റലിസം എന്ന് പറയുന്നൊരു അപകടമുണ്ട്. സാക്രമെൻ്റലിസം എന്താണ്? സാക്രമെൻ്റലിസം മിയർ അറ്റൻഡൻസ് ഓഫ് ദ സാക്രമെൻറ്റ് വിൽ സേവ് മീ. കൂദാശകളിലുള്ള പങ്കാളിത്തം എന്നെ രക്ഷിക്കും എന്ന മിഥ്യാബോധമാണ് സാക്രമെൻ്റലിസം. അതായത് കൂദാശയ്ക്ക് പോയി നിന്നാൽ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോയാൽ ഞാൻ രക്ഷപ്പെടും എന്ന ചിന്തയാണ് സാക്രമെൻ്റലിസം. അത് അപകടമാണ്, അങ്ങനെ രക്ഷപ്പെടില്ല. ഞായറാഴ്ച പള്ളിയിൽ പോയാൽ പോരാ, തൊടണം അല്ലേ? അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയി അല്ലെ പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥന ചൊല്ലി അതല്ല, തൊടുന്നുണ്ടോ? ശരിക്കും കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, സ്പർശിക്കുന്നുണ്ടോ, അവൻ്റെ സ്പർശനം അനുഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ ആത്മശോധന ചെയ്യാനുള്ള ഭാഗം കൂടിയാണിത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ ജായിറോസ് വരികയാണ്. അങ്ങനെ ജായിറോസ് വന്ന്, കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. കർത്താവ് ആ അപേക്ഷ കേട്ട് അവൻ്റെ കൂടെ പോവുകയാണ്. ഇന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പേരിനും വാക്കിനും ഒരാചാരത്തിനും അങ്ങയെ സ്പർശിക്കുന്നവരായി മാറാതെ ശരിക്കും കർത്താവെ അങ്ങയെ സ്പർശിക്കുന്ന മനുഷ്യരായി മാറാനുള്ള സമർപ്പണം ഞങ്ങൾക്ക് തരണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ ആത്മാവെ സ്പർശിക്കണമേ. രക്തസ്രാവക്കാരി തൊട്ടതുപോലെ ജായിറോസ് പാദത്തിൽ വീണ് കർത്താവിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ച് തന്നെ പരിപൂർണമായി സമർപ്പിച്ചതുപോലെ കർത്താവെ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.